കരിക്ക് അതെ മലയാളി പ്രേക്ഷകർ ഇത്രത്തോളം നെഞ്ചേറ്റിയ വേറൊരു യൂട്യൂബ് ചാനലില്ല. സെപ്റ്റംബർ 25, 2024 കരിക്ക് അവസാനമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഇതൊക്കെയാണ്. അതായത് കരിക്ക് തല്ലിപ്പിരിഞ്ഞോ, എന്താണ് ഞങ്ങൾ അതായത് ഈ നിങ്ങളോട് ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കരിക്കിനെതിരെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കുന്നുണ്ട്. സോ എന്താണ് കരിക്കിന് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു കരിക്കിൻ്റെ ആ ഒരു ജേണി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ കരിക്കിനെ ഇഷ്ടപ്പെടുന്നവർ അല്ലാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. നമ്മൾ ഇതേപോലെ എല്ലാ ദിവസവും ഓരോ വീഡിയോസ്, ഓരോ കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ നമുക്ക് കരിക്കിൻ്റെ വീഡിയോസിലേക്കും കാര്യങ്ങളിലേക്ക് പോകാം. കരിക്കിൻ്റെ ഒരു വളർച്ചയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കരിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ജനങ്ങൾക്ക്, അതായത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം 96 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് കരിക്കിന് ഇപ്പോൾ ഉണ്ട്. ഏകദേശം 1 കോടിയോടെ അടുക്കുകയാണ് കരിക്കിൻ്റെ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത്. കരിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു യൂട്യൂബ് ചാനൽ ആയത്? വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബ് ചാനൽ ഇൻ കേരള എന്ന് പറയാം. അല്ലെങ്കിൽ അത്രയും പോപ്പുലാരിറ്റി കിട്ടിയ, യൂട്യൂബിൽ ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയ ഒരു വലിയ യൂട്യൂബ് ചാനൽ എന്ന് തന്നെ പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, അതായത് വേറെ പല യൂട്യൂബേഴ്സിലെ ഇവരെക്കാട്ടും വലിയ, പക്ഷേ കരിക്കിന് കിട്ടിയ ആ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഫെമിലാരിറ്റി ഇൻ യൂട്യൂബ് വേറൊരു ചാനലിനും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് കരിക്കിൻ്റെ ആദ്യത്തെ ആ ഒരു കണ്ടന്റുകളും കാര്യങ്ങളും വളരെ അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുള്ള കണ്ടന്റുകളായിരുന്നു അവരാദ്യം അപ്ലോഡ് ചെയ്തിരുന്നത്. സോ അതിനകത്ത് ആ ഒരു ക്വാളിറ്റി ആ സമയത്തെ ബെറ്റർ ക്വാളിറ്റി ആയിരുന്നു. ആ സമയത്ത് ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ കണ്ടന്റ്, അതുപോലെ തന്നെ നമുക്കതിനകത്ത് ഇൻവോൾവ് ആവുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ അവരുടെ കണ്ടന്റിനെ വളരെയധികം ജനങ്ങളിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ റിലേറ്റബിൾ ആയിരുന്നു. ഇപ്പോൾ ഏപ്രിൽ ഫൂളിൻ്റെ ആ ഒരു റിലേറ്റഡ് കണ്ടന്റ് ആയിട്ട് ഏപ്രിൽ ഫൂൾ റിലേറ്റഡ് ഒരു കണ്ടന്റ് ഇറക്കുന്നു, ഓണം റിലേറ്റഡ് ആയിട്ടൊരു കണ്ടന്റ് ഇറക്കുന്നു, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടൊരു കണ്ടന്റ് ഇറക്കുന്നു. ഇതൊക്കെ കത്തി കയറുന്ന ആ ഒരു സമയമായിരുന്നു. പിന്നെ എന്താണ് കരിക്കിന് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവരവരുടെ കണ്ടന്റുകളെ എന്താക്കി, കൺസിസ്റ്റൻസിനെക്കാട്ടും കൂടുതൽ, അതായത് അവരൊരു വീഡിയോ കൺസിസ്റ്റൻസി വരുന്നതിനെക്കാട്ടും കൂടുതൽ അവർ ഈ റിപ്പർ തൊട്ട്, നെറ്റ്ഫ്ലിക്സ് റിപ്പർ, അങ്ങനത്തെ കുറേ റിപ്പർ തൊട്ട് അങ്ങോട്ട്, റിപ്പർ തൊട്ടല്ല അതിന് മുന്നേ തന്നെ അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ കരിക്കിൻ്റെ പുതിയ ഓരോ സീരീസുകൾ കാണുമ്പോൾ സിനിമേനെക്കാട്ടും ബെറ്റർ ക്യാമറ ക്വാളിറ്റി, ബെറ്റർ തീം എന്നുള്ള രീതിയിലൊക്കെയാണ് കരിക്കിൻ്റെ പല സംഭവം, അതായത് പുതിയ വീഡിയോസിനെയും നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പം സെബാസ്റ്റ്യൻ്റെ വെള്ളിയാഴ്ച ആണെങ്കിലും അങ്ങനെ ഓരോ, ഇപ്പം ജാം, എല്ലാം അതിനകത്തൊക്കെ അവർ എന്തെങ്കിലും ഒരു പുതുതായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരാനും ആ ഒരു ക്വാളിറ്റി, ഇപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്ന യൂട്യൂബിൽ ഏറ്റവും ഫസ്റ്റ് ഒരു 1 crore പിന്നിടേണ്ട ചാനൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു ചാനലും കൂടി കരിക്കായിരുന്നു. ഷോർട്സും കൂടി വന്നപ്പം അവർക്ക് സുഖമായിരുന്നു. അവരുടെ കണ്ടന്റുകൾ, അവർ ഷോർട്ട് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ അടിച്ച് കയറി പോകുന്നൊരു സമയം. പക്ഷെ അവർ ശ്രദ്ധിച്ച അല്ലെങ്കിൽ അതാക്കിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു വീഡിയോ ക്വാളിറ്റി, ഒരു സിനിമ കണ്ട ഒരു ഫീലിലേക്കൊക്കെ പ്രേക്ഷകനെ എത്തിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഈ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റിലേറ്റബിൾ കണ്ടന്റുകൾ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറി. ഒബ്വിയസ്ലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടന്റുകൾ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് ആൾക്കാർ മാറി. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി കണ്ടന്റിന് കുറേ ടൈം എടുക്കും. ഒബ്വിയസ്ലി അത് ശരിയാണ്. അവർ അത്രത്തോളം ആ ഒരു നല്ല രീതിയിലുള്ള ഒരു വർക്ക് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ഒരു സിനിമയാണെങ്കിലും എല്ലാം ആണെങ്കിലും അതിൻ്റെ ആ ഒരു ടൈമിങ് പീരീഡ് കൂടി, അതും കൂടി കരിക്ക് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഈ ഒരു വീഡിയോ ഡിലേ ആവുന്നതിൽ കാര്യമായി. അവർ തല്ലി പിരിഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ ഡിസംബറിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും അവരെല്ലാവരും അത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു. പിന്നെ അവരൊരു സിനിമയുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കരിക്കിൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ട ഒരു സിനിമയായിട്ട് വരാനുള്ള സാധ്യതകൾ, അതിൻ്റെ ഒരു പരിപാടികളും കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പലരും അവർ പിന്നെ അങ്ങനെ എല്ലാവരും ചാടിക്കയറി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എനിക്ക് അടക്കം. സോ ഒബ്വിയസ്ലി അവർ ആ ഒരു സിനിമയുടെ കാര്യം ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. സോ അതും ഒരു കാരണമായേക്കാം നമുക്കിപ്പോൾ വീഡിയോസ് വരുന്നതിന്. പിന്നെ അവരെ മോൾഡ് ചെയ്യുന്ന ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് എല്ലാവരും ആക്ടറാണോ, എല്ലാവരും ആക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ടേഴ്സ് മാറി ചെയ്യുന്നുണ്ട്. അവർ ആക്ട് ചെയ്യുന്നവർ തന്നെ ഡയറക്ടേഴ്സായിട്ട് മാറുന്നുണ്ട്. അവരുടെ എല്ലാ ക്രിയേറ്റിവിറ്റിയും അവർ ഈ ഒരു സംഭവത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ പേഴ്സണും അത് ഭയങ്കര, അതായത് നമ്മളെ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ആൾ ആക്ടിങ്ങിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അയാൾ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്, ഓരോ പരിപാടിയിലേക്കും പോകുന്നുണ്ട്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്.
അതൊക്കെയാണ് കരിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 പ്ലസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. എന്തായാലും പക്ഷേ അവരുടെ ആ ഒരു കൺസിസ്റ്റൻസി ലാക്കായത് ഒരുപാട് പ്രേക്ഷകർ, അതായത് കരിക്ക് ഇപ്പം അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവരുടെ വീഡിയോ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവരുടെ ഒരു വീഡിയോ ലേറ്റ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രേക്ഷകർ മീൻസ് എന്താണ് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ചിലർക്ക് ദേഷ്യമാവുന്നു. നിങ്ങളെന്താ തല്ലിപ്പിരിഞ്ഞോ, നിങ്ങളെന്താ വീഡിയോ ഇടാത്തെ എന്നൊക്കെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇത് കാണിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഒബ്വിയസ്ലി നല്ലൊരു വീഡിയോ വരികയാണെങ്കിൽ എല്ലാവരും എല്ലാം പറക്കും, ഒബ്വിയസ്ലി ആ ഇതാക്കും. എനിക്ക് തോന്നുന്നത് അവർ ഒരു ഭാഗം ഇറക്കി കുറേ മാസം ഡിലേ വരുത്തി അടുത്ത ഭാഗം ഇറക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം അവരൊരു മുഴുവൻ സെഗ്മെൻറ്റ് ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു ഷൂട്ടിനെ കട്ട് ചെയ്ത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റേറ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് സുഖമാണ് ഒരു വീഡിയോ എടുത്ത് അത് പകുതിയാക്കി അത് ഷൂട്ട് ചെയ്ത് അങ്ങനെയല്ല അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ ഓരോ വീഡിയോസിൻ്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ക്വാളിറ്റി അവർ ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ആ ഒരു സംഭവം ഭയങ്കര ഹൈ ആണ്. പക്ഷേ ഈ ക്വാളിറ്റി മാത്രം ഇടുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസി അവിടെ പോകും. ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ, അവരെ അങ്ങോട്ട് മിസ്സാവും. പിന്നെ ആ ഒരു ട്രാക്ക് കരിക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അവർ ഇതും മുന്നേയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതായത് അവരുടെ ആ ഒരു അങ്ങനെ ഇതായി പോകില്ല. പക്ഷേ ചെറിയ ചാനലുകളൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി കൺസിസ്റ്റൻസി ഭയങ്കര ഒരു പ്രശ്നമാണ് യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമുക്ക് ഡെയിലി നമ്മളൊരു വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്നില്ല. ഒരു ഞായറാഴ്ച അപ്ലോഡ് ചെയ്തു, അടുത്ത ഞായറാഴ്ച അപ്ലോഡ്, അപ്പം ഞായറാഴ്ച വീഡിയോ വരുന്നു നമ്മുടെ വ്യൂവേഴ്സ് ധരിക്കുകയാണ്. ആ സമയത്ത് ഞായറാഴ്ച വീഡിയോ വരുന്നു, അപ്പോൾ അവർ കാണുന്നു. ഈ ഒരു നമ്മൾ 2-3 ഞായറാഴ്ച അപ്ലോഡ് ചെയ്യാണ്ടാവുമ്പോൾ നമ്മളെ വ്യൂവേഴ്സ് വിചാരിക്കും ഇനിയിപ്പോൾ ഞായറാഴ്ച വീഡിയോ ഇല്ല, നിർത്തി, അവർ ആ ചാനൽ കാണാൻ നിർത്തുന്നു. അങ്ങനെയാണ് ആ ഒരു ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി പോകുന്നത്. സോ അതൊക്കെയാണ്. എന്തായാലും കരിക്ക് പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനുവരിയിൽ തന്നെ ക്രിസ്മസിൻ്റെ സമയത്തൊരു വീഡിയോ എന്തായാലും പ്രതീക്ഷിച്ചായിരുന്നു കരിക്കിൻ്റെ ഭാഗത്തുനിന്ന്, പക്ഷേ അതും കിട്ടിയില്ല. എന്തായാലും ഒരു കിടില സാധനം തന്നെ പ്രേക്ഷകർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോമഡി ജേണറൊക്കെ വിട്ട് അവർ അടിപൊളി സീരീസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കരിക്ക് ഫ്ലിക്കിൽ അങ്ങനത്തെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളും കരിക്കിൽ പണ്ടത്തെ പോലുള്ള ആ ഒരു കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പിന്നെ ഒബ്വിയസ്ലി ഇതൊരു ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്, സ്പോൺസർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന റവന്യൂവിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഇപ്പം അവരിടുന്ന എഫേർട്ടിന് അവർക്ക് ആ ഒരു റവന്യൂ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അവരുടെ ആ ഒരു ക്വാളിറ്റി, അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഹൈ പ്രൊഡക്ഷൻ ഒക്കെയാണ് വരുന്നത്. സോ അതിനനുസരിച്ചുള്ളൊരു റവന്യൂ അല്ലെങ്കിൽ റിട്ടേൺ യൂട്യൂബ് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ഒബ്വിയസ്ലി അവർക്കൊരു സ്പോൺസർഷിപ്പ് വേണം. നമ്മളിപ്പോൾ കാണുന്ന പ്രേക്ഷകന് പറയാൻ എളുപ്പമാണ്, അതായത് ഇതിൽ പരസ്യമാണല്ലോ കൂടുതൽ. പക്ഷേ അവർ ഡെലിവർ ചെയ്യുന്ന ആ ഒരു കണ്ടന്റ് ക്വാളിറ്റി അത് കിട്ടണമെങ്കിൽ, ആ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല പൈസ കൊടുക്കണം എന്ന് പറയുന്ന പോലെയാണ്. ആ ക്വാളിറ്റിക്ക് നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ടാവും, നല്ല പൈസ വരുന്നുണ്ടാവും. സോ ഒബ്വിയസ്ലി ഇതൊക്കെ അവർക്ക് ടാലിയാക്കി വെച്ചിട്ടല്ലേ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നു അവർ ഫേസ് ചെയ്യുന്ന വേറൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും പറയുന്നുണ്ടാവും ഇത് വെറും പരസ്യം മാത്രമല്ല. പക്ഷേ യൂട്യൂബിൽ ഇത്രയും നല്ല ക്വാളിറ്റിയോടുകൂടി ഒരു പ്രൊഡക്റ്റ് വരണമെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഫണ്ട് വേണം. ഇപ്പം യൂട്യൂബിൽ നിന്നൊക്കെ എല്ലാവരുടെയും വിചാരം യൂട്യൂബിൽ നിന്ന് വലിയൊരു റവന്യൂ കിട്ടുന്ന എന്നുള്ള രീതിയിലാണ്. യൂട്യൂബിൽ റവന്യൂ ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഇപ്പം നമ്മൾ അധികം പ്രൊഡക്റ്റ്, ഇപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന പോലെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ഈ ഒരു സംഭവം ഇതിനൊന്നും അധികം ചിലവുകൾ വരുന്നില്ല. പക്ഷെ അവരുടെയൊക്കെ ഓരോ സീൻ ബൈ സീൻ, ഓരോ ഷൂട്ടിങ് കാര്യങ്ങൾ, ചിലവ്, ക്യാമറ എല്ലാം ചിലവ് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അവർക്ക് നല്ലൊരു ഫണ്ട് വേണം. എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് 10 രൂപ കിട്ടിയാലും ആ 10 രൂപ ഞാനിവിടെ നിന്ന് സംസാരിച്ച ആ ഒരു ഇത് മാത്രമല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം ഒരു വീഡിയോയിൽ നിന്ന് 1,00,000 രൂപ കിട്ടിക്കഴിഞ്ഞാലും അത് അവരുടെ ആ ഒരു എക്സ്പെൻസിനെ മെറ്റ് ചെയ്യില്ല. അതാണ് അവർ ഫേസ് ചെയ്യുന്ന വേറൊരു ചലഞ്ച്. അതുമായിരിക്കാം കുറച്ച് ഡിലേ എടുക്കുന്ന അവർക്ക് ആ ഒരു സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഒപ്പിക്കും, എല്ലാം സെറ്റാക്കണമല്ലോ. സോ എന്തായാലും കരിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേഗം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനും വരാം. നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ എന്ത് ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.